ഹായ്, ഇന്നത്തെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നോർമൽ ഞാൻ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. കാരണം KLFൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഫസ്റ്റ് കോളേജിൽ പോയിട്ട് 2 അവർ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ കോളേജിൽ നിന്ന് നേരെ പോയത് SM സ്ട്രീറ്റിലേക്കായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളതൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതേപോലെ ഇറങ്ങി. പിന്നെ പ്ലാന്റിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ KLF കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു KLF വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് അവിടെയൊക്കെ കുറച്ച് ചുറ്റി കറങ്ങിയതിന് ശേഷം ബുക്കൊക്കെ വെച്ച ആ ഒരു ഭാഗത്തേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ബീച്ചൊക്കെ ഒന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 3:30-4 മണിക്കായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഉച്ചയ്ക്ക് വല്ലാതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോരണ വഴിക്ക് ഒരു മിൽക്ക് സർബത്തും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇത്രയൊക്കെയാണ് നടന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സെക്കൻഡ് ഡേ ആണ്. ഈ ഒരു ഇയറിലെ വിഷൻ ബോർഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു ഈ പ്രാവശ്യത്തെ KLF എന്തായാലും വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ ബുക്ക് എടുക്കണം എന്നത് സെക്കൻഡറി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷെ അത് രണ്ടും ഈ ഒരു മന്ത് തന്നെ അച്ചീവ് ചെയ്തു. അപ്പോൾ ഏത് ബുക്കാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. ഇക്കിഗായുടെ ഈ ഒരു ബുക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബുക്കിൻ്റെ കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ആളിൽ നിന്ന് വാങ്ങി അങ്ങനെയായിരുന്നു വായിച്ചത്. അപ്പോൾ അത് ഫുള്ളാക്കുന്നതിന് മുന്നേ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കണ്ടപ്പം എന്തായാലും എടുത്തു. അപ്പോൾ ബുക്കിൻ്റെ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറിയ ടൈമിൽ കുറേ ബുക്ക് ഇങ്ങനെ കാണുമ്പം ഏതാ മേടിക്കുക എന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ ഇതൊരു പകുതി ഭാഗം ഞാൻ വായിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ബാക്കിയും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും എടുത്തു. ഓരോ ബുക്ക് കാണുമ്പോഴും മേടിക്കണം, ഒരു ബുക്ക് ഷെൽഫ് വാങ്ങിയിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇയറിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷൻ ബോർഡിൽ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പോയ കാര്യങ്ങളും പിന്നെ ബുക്ക് കവർ ചെയ്ത് തന്നിട്ടുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ജങ്ക് ജേണൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ജങ്ക് ജേണൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ജങ്ക് ജേണൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവിടെ കൊടുക്കുക, അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ബില്ലും അതുപോലെ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താണ് ചെയ്തത്. ലാസ്റ്റ് ടൈം ഞാൻ ഓരോ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുമ്പോഴും ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു ജേർണലിന് ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബില്ലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്പേസ് കണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വാൾപേപ്പറും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പേര് റൂം ടൂർ ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂം ടൂർ എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് കാണാൻ മാത്രമുള്ള ഒന്നും ഇപ്പം എൻ്റെ റൂമിലില്ല. അപ്പോൾ റൂമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തമായിട്ട് റൂം സെറ്റാക്കിയിട്ടേ ആ ഒരു വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം ബഡ്ജറ്റ് വേണം. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഈ ഒരു ഇയറിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പുതിയ ഡെസ്കൊക്കെ വെച്ച് അതിൽ കുറച്ച് ഡിഫറെൻ്റൊക്കെ വരുത്തിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്താലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഷോർട്സാണ് കാണാൻ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ വ്ളോഗ് ടൈപ്പ് ഉള്ളതാണോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ആയിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട് ചെറിയ തകരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.